ബി.ജെ.പിയുമായുള്ള സഖ്യത്തെ ന്യായീകരിച്ച് തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ കൂറുമാറിയെന്ന നുണപ്രചാരണമാണ്. വിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഡി.സി.സി പ്രസിഡന്റ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രനും നടപടി നേരിട്ട അംഗങ്ങളും പറഞ്ഞു. അവിടെ CPM-നോടുള്ള വിരോധം കൊണ്ടാവാം ബി.ജെ.പി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ തെരഞ്ഞെടുപ്പ് 12 വോട്ട് കോൺഗ്രസ് ടെസ്സി ജോസിനും 11 വോട്ടുകൾ KR ഔസേപ്പിനും കിട്ടി. വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റി അല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. വിവരങ്ങൾ നൽകാനായി ആര്യ വിനോദ് ചേരുന്നുണ്ട്. ആര്യ, മറ്റത്തൂരിലെ ഈ ചാട്ടം കോൺഗ്രസിനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ഇവർ രംഗത്തെത്തുന്നത്. എന്താണ് ഇവരുടെ ന്യായീകരണം? എന്താണ് നേതൃത്വത്തിനെതിരെ എന്താണ് പറയുന്നത്? ഇവിടെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ന്യായീകരണവുമായിട്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. പുറത്താക്കപ്പെട്ട ഈ 8 പേരുടെ പ്രതിനിധികളാണെന്ന് ഇവിടെ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായത്. ഔസേപ്പിനെ നിർദ്ദേശിച്ചപ്പോഴാണ് CPM ഔസേപ്പിനെ നിർദ്ദേശിച്ചപ്പോഴാണ് ടെസ്സിയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും ഈ ഒരു തെരഞ്ഞെടുപ്പ് മുഴുവനായിട്ടും ജനവികാരം മാത്രമാണ്. CPM-ന്റെ ദുർഭരണത്തിനെതിരെ, അഴിമതിക്കെതിരെ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഖ്യം അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. ഒരിക്കലും കോൺഗ്രസ് നമ്മളിപ്പോഴും കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതിൽ DCC പ്രസിഡന്റിന്റെ വാക്കുകൾക്കോ അല്ലെങ്കിൽ അവിടെ KPCC എടുക്കുന്ന ചട്ടങ്ങൾക്കോ യാതൊരു വിധ ബന്ധവുമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവർ സംസാരിക്കുകയുണ്ടായത്. CPM-നോടുള്ള എതിർപ്പാണ് ഈ ഒരു വോട്ടെടുപ്പ് ഫലത്തിൽ തെളിഞ്ഞത് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ നൂർജഹാൻ നവാസ് BJP ആണെന്നുള്ള കടുത്ത പ്രചരണം ഉണ്ടായിരുന്നു. അതൊക്കെ തെറ്റാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ DCC നേരത്തെ കുറെ മുമ്പാണ് DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുകയുണ്ടായത്. അദ്ദേഹം പറഞ്ഞു വിപ്പ് നൽകിയിരുന്നു, അത് ലോക്കലായിട്ടുള്ള ആളുകളാണ് എത്തിക്കേണ്ടിയിരുന്നത്. അപ്പോൾ DCC-യിൽ നിന്നും വിപ്പ് നൽകി എന്നുള്ള കാര്യം പറയുമ്പോഴും ഇവിടെ പറയുകയുണ്ടായത് നമുക്ക് വിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ DCC പ്രസിഡന്റ് പറയുന്നത് പച്ചക്കള്ളമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായത്. DCC പ്രസിഡന്റ് നൽകിയിരിക്കുന്നത് തെറ്റായ കാര്യമാണ് എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. ഇവരിപ്പോഴും കോൺഗ്രസ്സുകാർ തന്നെയാണ്. രാജിവെക്കാനായിട്ട് നിർദ്ദേശം ലഭിച്ചിട്ടില്ല. പാർട്ടിയുമായി കൂടുതൽ ഇടപെടലിലേക്ക് കടക്കേണ്ടതുണ്ട്. പാർട്ടിയുമായി ഇടപെടൽ നടത്തി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. രാജിവെക്കുമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി തരാൻ വേണ്ടി ഇവർ തയ്യാറാകുന്നില്ല. പാർട്ടിയുമായി മുന്നോട്ട് പോകുമോ, നമ്മൾ കോൺഗ്രസ് ആണ് എന്നുള്ള വാക്ക് മാത്രമാണ് പറയുന്നത്. അല്ലാതെ കൂടുതൽ നടപടികളിലേക്ക് എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ് എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പോലും കൃത്യമായി മറുപടി പറയാൻ വേണ്ടി ഇവർക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വെറും ഒരു ജനവികാരം, CPM-നെതിരെയുള്ള ജനവികാരം മാത്രമാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഒരു കൃത്യമായ മറുപടിക്കോ കൃത്യമായ നിർദ്ദേശങ്ങൾക്കോ കൃത്യമായ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി തയ്യാറാവാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിലുടനീളം കണ്ടത്. അതാണ് ആര്യ, ഒരു നാടകീയ രംഗങ്ങളാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. മാധ്യമപ്രവർത്തകരുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതെന്താണ് സംഭവം? തീർച്ചയായിട്ടും ജീന, മാധ്യമപ്രവർത്തകരുമായിട്ട് വാക്കേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. മാധ്യമപ്രവർത്തകർ നൽകിയ വാർത്തകൾ തെറ്റാണ് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന കാര്യം. BJPയിലേക്ക് കോൺഗ്രസുകാർ BJPയിലേക്ക് ചേർന്നു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകി എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്നാൽ BJPയുമായി സഖ്യമുണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും നൽകിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. BJPയുമായിട്ട് സഖ്യം എന്നുള്ള കാര്യം എല്ലാ മാധ്യമങ്ങളും എടുത്ത് സംസാരിച്ചതാണ്. അതിൽ ഒരു കൃത്യത വരുത്താനോ, ഇവർ പറയുന്നത് കോൺഗ്രസുകാർ BJPയിലേക്ക് ചേർന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും നൽകിയെന്നാണ്. എപ്പോഴും അവിടെ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി, BJPയുമായി സഖ്യമുണ്ടാക്കി എന്നുള്ള വാർത്തകൾ മാത്രമാണ് മാധ്യമങ്ങൾ നൽകിയത്. ഇതിനെതിരെയായിരുന്നു ഇവരുടെ പ്രതിരോധം. കൃത്യമായ ഉത്തരങ്ങൾ നൽകാത്തതിനെ തുടർന്നാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ എന്താണ് ആവശ്യങ്ങൾ, എന്താണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ ഇവർ തയ്യാറാകുന്നില്ല. അതായത് കോൺഗ്രസുകാരായി തുടരും, ഞങ്ങൾ BJPയുമായി സഖ്യം ഉണ്ടാക്കിയിട്ടില്ല, കൂറുമാറ്റം, നുണപ്രചാരണം എന്നൊക്കെ പറയുമ്പോൾ അടുത്ത DCCയുടെ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ അടുത്ത നടപടി എങ്ങനെയാകാനാണ് സാധ്യത?
ജിന രാവിലെ DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കുകയുണ്ടായത്. ഇവർക്കെതിരെ കൂറുമാറ്റ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇവർക്കെതിരെ കൃത്യമായ നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യം DCC പ്രസിഡന്റ് വ്യക്തമാക്കുകയുണ്ടായി. ഇവർക്കെതിരെ അയോഗ്യരാക്കിയുള്ള നിയമ നടപടികളിലേക്ക് ഇനി കടക്കുകയും കൃത്യമായ നടപടി സ്വീകരിക്കും ചെയ്യും എന്നുള്ളതാണ്. ഇവരോട് പാർട്ടിയിൽ നിന്നും DCC നേതൃത്വം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു വിപ്പ് നൽകുന്നതിനടക്കം കൃത്യമായ നിർദ്ദേശങ്ങൾ DCCയിൽ നിന്ന് നൽകിയിരുന്നു. DCCയിൽ നിന്ന് വിപ്പ് നൽകിയിരുന്നു എന്നുള്ളതും അതിൽ കൃത്യമായി വിതരണം ചെയ്യേണ്ടത് പ്രാദേശിക നേതാക്കളാണ്. അത് നൽകിയിരുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി DCC പ്രസിഡന്റ് എടുത്തു പറയുകയുണ്ടായി. ഇതിൽ കള്ളമില്ല എന്നും സുതാര്യത മാത്രമാണ് ഇതിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടായിരുന്നു DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ അതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇവർ പറയുന്നത്. DCC പ്രസിഡന്റ് പച്ചക്കള്ളം പറയുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനം തുടർന്നത്.